നമ്മളിപ്പോൾ ഹൈപ്പർ പാർക്കിൽ ഈ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു ടാക്സിക്കാരനെ കണ്ടുപിടിക്കുകയാണ്. അതെ. എന്നമ്മ ടാറ്റാ. മറ്റേ ഒറ്റ നമ്മൾ ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ഹെറിറ്റേജ് വില്ലിന്റെ സൈഡിൽ നടക്കുന്ന വിന്റർ ഫെസ്റ്റ്. ശാന്തമായ അന്തരീക്ഷം, ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? ശാന്തമായി പോകുന്ന ലോകത്തെ എന്റെ കണ്ണുകൊണ്ട് കൺകുളിർക്ക് കണ്ടോട്ടെ. ഈ ഭൂപടം നമ്മളെത്തുകയാണ് ഗൈസ്. നമ്മുടെ പിള്ളേരൊക്കെ വെരി എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളങ്ങനെ കേറാൻ പോവാണ്. നമ്മുടെ പിള്ളേരൊക്കെ സെറ്റാണ്. ഗായ്സ് സെറ്റല്ലേ? നമ്മുടെ ഗായ്സ് അല്ല ഒട്ടക ആണ് നമ്മുടെ ഈ നിൽക്കുന്ന വൽകൊട്ടക. ഉള്ളവരൊക്കെ കാറുമാണ് ഗായ്സ്. ഇതിനകത്ത് കാറ് പൊളിക്കുകയാണ് ഗായ്സ്. ഇനി കാറാൻ പോകുന്ന മുഖങ്ങളാണ് ഇതൊക്കെ. ഇതിനകത്ത് എല്ലാരും എന്നോട് ചോദിക്കുന്ന മാഷുള്ള ഇന്ത്യയാണോ കഴുതയുണ്ട്. റൈവിനെ എന്നത്തേക്ക് തള്ളിയിട്ടല്ലോ വെള്ളത്തിലേക്ക്. ഇത് പുളിയാണല്ലോ. ഡ്രസ്സുണ്ട്, നല്ല നല്ല ഡ്രസ്സുണ്ടല്ലേ. ഇത് രസമുണ്ട്, ഇതും കൊള്ളാം. നമ്മുടെ പിള്ളേരൊക്കെ ഇതാ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറേ ജ്വല്ലറീസ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ. നമ്മുടെ കൊടികളൊക്കെയാണെന്ന് പൊടിച്ച് ഇതൊക്കെ ചെല്ല. നമ്മുടെ പിള്ളേര് സ്പ്രേ മണത്ത് നോക്കുവാണ് നല്ല വാങ്ങാൻ വേണ്ടി. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറേ ഷൂസ് ഉണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇനി സ്റ്റേജിന് അങ്ങോട്ട് പോവാണ്. നമ്മുടെ നല്ല മലയാളം തപ്പങ്കൂത്ത് പാട്ട് വെച്ച് തരുവാണെങ്കിൽ നമ്മളും കയറുന്നതാണ്. പക്ഷെ അവരങ്ങനെ പാട്ട് വെച്ച് തരുന്നത് തോന്നില്ല. നമ്മുടെ പിള്ളേരൊന്ന് തകർത്ത് മറിക്കുകയാണ് ഇവിടെ. പാട്ടൊക്കെ വെച്ച് ഇവിടെ പിള്ളേർ കളിച്ചോണ്ടിരിക്കുകയാണ്. Life is this. I like this. അതോടെ ഒറ്റയ്ക്ക് ഇത്ര വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. തിരിച്ചു കൊണ്ടുപോണ്ടേ? ഞാനാ വണ്ടിക്കകത്ത് ഇരുന്നേനെ. അപ്പോൾ ഗായ്സ് നമ്മളെല്ലാവരും കൂടെ ആ ഒരു റൈഡിൽ കയറാൻ പോവാണ്.
പ്രായത്തിനിണങ്ങാത്ത കുറെ പീക്കിരി പിള്ളേരുമായിട്ട് കൂട്ടുകൂടി നടക്കാനല്ലാതെ പിന്നെ എമ്മമാരാണ് നിന്നെ ചീറ്റാക്കണേ. അവനും അവന്റെ ഒടുക്കത്തെ തല്ലിപ്പൊളി കൂട്ടുകാർ. ഞങ്ങള് കേറാൻ പോവാണ്. കാട് വെച്ച് നമ്മള് അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. Today is the youngest you'll ever be again. And you still have enough time to become all you wanted to be in life. ഞങ്ങളെ കണ്ടപ്പോൾ പലരും ചോദിച്ചു നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണോ? ഞങ്ങൾ പറഞ്ഞു അതെ. ഞങ്ങൾ അഭിമാനപുരസ്സരം പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്. ഇവിടെ കേട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗായ്സ് നമ്മളിതാ ഇവിടുന്ന് എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു റീമി ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ റൈഡാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഇന്നത്തെ ഒരു? അപ്പൊ ഗൈസ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരും ബൈ ഫ്രം കുഞ്ഞൂസ് നെസ്റ്റ്. തണുപ്പത്തെ കുത്തിയ പത്തിരി മുത്തണി മാരന മുമ്പിൽ വിളമ്പടി ബിരിയാണി.